പ്രിയപ്പെട്ടവരെ നമസ്കാരം. ലോകമെമ്പാടുമുള്ള പ്രവാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷത്തിലാണ്. പരസ്പരം സ്നേഹം പങ്കിട്ടും ഈദാശംസകൾ കൈമാറിയും ഇന്നത്തെ ദിവസത്തിൻ്റെ മാറ്റുകൂട്ടുകയാണ് നമ്മളൊക്കെ. എന്നാൽ നമ്മുടെ സ്വന്തം രാജ്യത്ത് ഈദിൻ്റെ പൊലിമ നഷ്ടപ്പെട്ടു പോയ, ജീവിതത്തിൽ ഭയത്തിൻ്റെ നിഴലിൽ മാത്രം കഴിയേണ്ടി വരുന്ന ചില മനുഷ്യരുണ്ട്. ഈ വീഡിയോ അതിന് സാക്ഷിയാണ്. രണ്ട് ചെറിയ കുട്ടികൾ മദ്രസ വിട്ടു വരുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ ഇവരെ തടഞ്ഞു വെക്കുകയാണ്. ചോദ്യം ഇതാണ്: ബീഫ് കഴിച്ചിട്ടുണ്ടോ? ബീഫ് കൈവശമുണ്ടോ? ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ തടങ്കലിലാക്കുകയാണ്. എന്തായിരുന്നാലും ഇന്ത്യയുടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അശാന്തിയുടെ നിഴൽ വീണിട്ട് കുറേയധികം കാലമായി. ബഹുസ്വരതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ആമുഖമായി പറഞ്ഞ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം കരുതാൻ. ഭയത്തോടു കൂടിയല്ലാതെ ഈ വീഡിയോ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. മതത്തിൻ്റെ പേരിൽ, ഭക്ഷണത്തിൻ്റെ പേരിൽ, വേഷവിധാനത്തിൻ്റെ പേരിൽ മനുഷ്യനെ തരംതിരിക്കുന്ന, രണ്ട് തട്ടാക്കുന്ന അരാഷ്ട്രീയവാദങ്ങൾ ഇവിടുന്ന് പിഴുതെറിയപ്പെടണം. കാലത്തിൻ്റെ കാവ്യനീതി നടപ്പാക്കപ്പെടണം. ഏതായിരുന്നാലും ആ മർദ്ദിത സുഹൃത്തുക്കളോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ആശങ്ക ഉണർത്തുകയാണ്. कितना भेज जा तू मैं उसका नाम क्या है? नाम क्या है? काश्मीर साहिब है उसका नाम। मदरसा कहाँ पर है? अंदर का नाम नहीं है। मौलवी का नाम? मौलवी का नाम काशिम साहिब। और तो बोल भी तो बता नाम क्या है? मदरसे में पढ़ाना सिखाते हैं।